ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. നിനവയുടെ പതനം. വിനാശകൻ നിനക്കെതിരെ വരുന്നു. കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക, വഴികളിൽ കാവൽ നിർത്തുക, നീ അരമുറക്കുക. സർവശക്തിയും സംഭരിക്കുക. കർത്താവ് യാക്കോബിന്റെ പ്രതാപം പുനഃസ്ഥാപിക്കുന്നു, ഇസ്രായേലിന്റെ പ്രതാപം പോലെ തന്നെ. കവർച്ചക്കാർ അത് അപഹരിച്ച് അവരുടെ ശാഖകളെ നശിപ്പിച്ചു. അവന്റെ യോദ്ധാക്കളുടെ പരിചയ്ക്ക് ചെന്നിറമാണ്. അവന്റെ സൈനികർ രക്താംബരം അണിഞ്ഞിരിക്കുന്നു. അണിനിരന്ന് നീങ്ങുമ്പോൾ അവരുടെ രഥങ്ങൾ തീജ്വാല പോലെ മിന്നുന്നു. പടക്കുതിരകൾ കുതിച്ചു പായുന്നു, രഥങ്ങൾ തെരുവീതിയിലൂടെ ചീറിപ്പായുന്നു. തുറസായ സ്ഥലങ്ങളിലൂടെ അങ്ങുമിങ്ങും ഓടുന്നു. അവ പന്തങ്ങൾ പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്യുന്നു. സേവകരെ വിളിച്ചുകൂട്ടുന്നു, അവർ ചാടിക്കടക്കുന്നു. അവർ മതിലിനടുത്ത് ഓടിയടുക്കുന്നു. ലോകമറ സജ്ജമായിരിക്കുന്നു, നദികൾ തുറന്നുവിട്ടിരിക്കുന്നു. രാജമന്ദിരം തകർന്നു കിടക്കുന്നു. രാജ്ഞിയെ വിവസ്ത്രയാക്കി പിടിച്ചുകൊണ്ടു പോയിരിക്കുന്നു. അവളുടെ ദാസിമാർ പ്രാവുകളെ പോലെ ദുഃഖിച്ചുകൊണ്ട് മാറത്തടിച്ച് നിലവിളിക്കുന്നു. ജലം വാർന്നൊഴുകുന്ന കുളം പോലെയാണ് നിനവേ. നിൽക്കൂ, നിൽക്കൂ എന്ന് അവർ വിളിച്ചു പറയുന്നു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വെള്ളിയും സ്വർണവും കൊള്ളയടിക്കുക, അതിലെ നിധികൾക്ക് അന്തമില്ല. എല്ലാത്തരം അനർഘ വസ്തുക്കളും അവിടെയുണ്ട്. ശൂന്യം, ശൂന്യത, വിനാശം. ഹൃദയം മരവിക്കുന്നു, കാൽമുട്ടുകൾ വിറയ്ക്കുന്നു, അരക്കെട്ടിൽ അതിയായ വേദന. എല്ലാവരുടെയും മുഖം വിളറുന്നു. സിംഹമിരയെ കൊണ്ടുവരുന്ന ഗുഹയും സിംഹക്കുട്ടികൾ നിർബാധം വിഹരിക്കുന്ന മാളങ്ങളും എവിടെ? സിംഹം തൻ്റെ കുട്ടികൾക്ക് വേണ്ടി വേണ്ടുവോളം മാംസം ചീന്തി കീറി വച്ചിട്ടുണ്ട്. സിംഹികൾക്ക് വേണ്ടി ഇരയെ ഞെരിച്ചു കൊന്നിരിക്കുന്നു. ഇരയെ കൊണ്ട് അവൻ്റെ ഗുഹയും ചീന്തിയ മാംസം കൊണ്ട് മാളവും നിറച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്റെ രഥങ്ങളെ കത്തിച്ചു കളയും, നിന്റെ സിംഹക്കുട്ടികൾ വാളിനിരയാകും. ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും, നിന്റെ ദൂതന്മാരുടെ സ്വരം മേലിൽ കേൾക്കുകയില്ല.